ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ, പത്തനംതിട്ട സീതത്തോടാണ് കേട്ടോ എൻ്റെ വീട്. നാളിൽ ഞാനിങ്ങനെ പേരയ്ക്ക എന്ന് കാണിച്ചപ്പം എവിടുന്നോ അടിച്ചു മാറ്റിയതാണെന്ന് ചിലർ പറഞ്ഞു. ഇതാ മുറ്റത്ത് ഇഷ്ടം പോലെ പേരാണ് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കണ്ടു കാണല്ലോ, കാന്താരി വിൽപ്പനയ്ക്കെന്നും പറഞ്ഞാൽ ഞാൻ കുറച്ച് പോസ്റ്റൊക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ആ കാന്താരി പറിക്കാൻ പോകുന്നതിൻ്റെ കഥയാണ് കേട്ടോ ഇത്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ വീടും പറമ്പും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമുക്കിവിടെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കിളികളെയൊക്കെ ഓടിക്കാൻ വേണ്ടി ഈ രണ്ട് കുപ്പികൾ ഇങ്ങനെ ആട്ടിയാൽ അതങ്ങ് പറന്നു. അതിന് വേണ്ടിയിട്ടാണ് അവരെ പേടിപ്പിക്കാനുള്ള ചെറിയൊരു ട്രിക്ക് മാത്രമാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പറമ്പിലെ കൊക്കോ മരവും ഒക്കെ കാണിച്ച് ഇങ്ങനെ പോവാന്ന് വെച്ചു കേട്ടോ. പിന്നെ ഈ കാന്താരി പറിക്കുന്നത് നല്ല കഷ്ടപ്പാടാണ്. ഇതിനകത്ത് കുറച്ച് ഞാൻ വരുന്ന വഴിക്ക് പറിച്ചുകൊണ്ട് വന്നതും ഉണ്ട് കേട്ടോ. ഇതിന്റെ തൊട്ട് മുകളിൽ കാണുന്ന എൻ്റെ വീടിന്റെ ഈടിക്കുഴി എന്ന് ഞങ്ങൾ പറയും. ഞങ്ങളുടെ ഇവിടെ പൊതുവെ പറയുന്നത് ഈ കയ്യാലയ്ക്ക് പറയുന്നത് ഈടി എന്നാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുമല്ലോ, അപ്പോൾ ഹോസ്റ്റലിൽ വെച്ച് പിള്ളേരോട് പറയും ഇങ്ങനെ കഥ, ഞങ്ങളുടെ ആ ഈടി കയറി പോകുമ്പം വലിയൊരു കാഴ്ചയുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ അവർ ചോദിക്കും ഈടി എന്താ, ഞങ്ങൾ പറയും ഞങ്ങളുടെ ഇവിടെ ഈടിക്ക് പറയുന്നത്, ഈ കയ്യാലയ്ക്ക് പറയുന്നത് ഈടി എന്നാന്ന് പറയാം. അപ്പൊ അവർക്കൊക്കെ വലിയൊരു എന്തോ ഒരു അത്ഭുതം പോലെ അതൊക്കെ കേൾക്കുമ്പോൾ. ഇവിടെ എല്ലാം കാന്താരി ഉണ്ട് കേട്ടോ. പറിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കരുതുന്നത് പോലെയല്ല, ഇത് പറിക്കാൻ നല്ല പാടാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഈ കാന്താരിക്കും പച്ചമുളകിന്റെ ഒക്കെ ചെടിക്ക് പറയുന്നത് കൊല്ല എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടതിൽ കൊല്ല നട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലർ കമന്റിൽ ചോദിച്ചു എന്താണ് ഈ കൊല്ല എന്നൊക്കെ. കാന്താരി കൊല്ല, പച്ചമുളകിന്റെ കൊല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഈ കാണുന്ന മുളയൊക്കെ എനിക്ക് തോന്നുന്നു അത് കാഴ്ച മുളയായിട്ട് വെക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ വെച്ച് മൊത്തം കാടായി മാറിയിട്ടുണ്ട്. നമ്മൾ ഒരു മാസത്തിന് മുന്നേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കാടെടുത്തതാണ് കേട്ടോ. ആ സമയത്ത് മഴ പെയ്തത് കാരണമാണ് ഇത്രയും ശക്തിക്ക് വളരുന്നത്. പിന്നെ ഇവിടെ നല്ല വളമുള്ള മണ്ണും കൂടിയല്ല. അങ്ങനെ ആദ്യത്തെ കാന്താരി പറിക്കുമ്പം ഇതിനകത്ത് ഒരു ഇല പോലും ഇല്ല. പിന്നെ നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഇതിനകത്ത് കാന്താരി ഒന്നും നിങ്ങൾക്ക് കാണത്തില്ല, ക്യാമറയിൽ നോക്കുന്നത് കൊണ്ടാവാം. പക്ഷെങ്കിൽ അതിൽ നിറച്ചും വിളഞ്ഞ കാന്താരി ഉണ്ട് കേട്ടോ. അടുപ്പിച്ച് ചെന്ന് നോക്കിയാലേ കാണത്തുള്ളൂ. ഇല പോലും ഇല്ലാതെ കാന്താരിയാണ്. ഈ മഴയൊക്കെ പെയ്തത് കാരണം പോയതാണ്. ഇവിടെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് കേട്ടോ. അങ്ങനെ തോർന്നു നിന്ന ഒരു സമയത്താണ് ഞാൻ ഈ പാത്രമൊക്കെ ആയിട്ട് ഇറങ്ങിയത്. കുറെ ആൾക്കാർ ഇങ്ങനെ കാന്താരി വേണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞാൻ പറിക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാന്താരി പറിച്ചു കൊടുക്കാം, പൈസയ്ക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ പുറത്തോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഡെലിവറി ചാർജും കൂടി ആവും. അത് നല്ല രീതിയിലാവുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയും ഓ വേണ്ട ഇത്രയും ചാർജ് അല്ലേ എന്ന്. ഒരു 100 ഗ്രാമിനൊരു 80 രൂപയാണെങ്കിൽ അതിൽ 70 രൂപയോളം ഡെലിവറി ചാർജിന് പോകും. പിന്നെ എനിക്ക് 10 രൂപയെ കിട്ടത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ എൻ്റെ വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും കാണിക്കാം, ഒന്ന് പോയി എടുക്കാനെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നതാണ് കേട്ടോ ഈ തോട്. നമ്മുടെ വീടിൻ്റെ ഈടിക്കുഴി വഴി ഒഴുകുന്ന ചെറിയ തോട്. നമ്മുടെ വെള്ളമൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഈ തോട് വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പപ്പായും അക്കരെ അച്ഛനും കൂടി ഇത് കുഴിച്ചൊരു കുറച്ച് വലിയതാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓണം ഇങ്ങ് എത്തിയല്ലോ. അപ്പോൾ ഓണമൊക്കെ ആയപ്പോഴത്തേന് പല തരത്തിലുള്ള പൂക്കളാണ് ഗൈസ് ഇവിടെ ഫുൾ. കാട്ടുബോൾസം, തുമ്പപ്പൂവ്, അങ്ങനെ കുറെ. ഇപ്പൊ പണ്ടത്തെ പോലെ വലിയ ഓണാഘോഷം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ കാടും പടലും ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ കാണണം. പിന്നെ ഈ കാന്താരി പറിക്കൽ ഞാനും സൈഡിൽ കൂടെ നടത്തുന്നു. ഇവിടെ ഫുള്ള് കാടായിട്ടുണ്ട് ഇപ്പൊ കേട്ടോ. കുറച്ചൊക്കെ വെട്ടി തെളിച്ചാണ്. ഈ കാട് പോലെ നിൽക്കുന്ന എന്താണെന്നറിയോ, ചെണ്ടുമുല്ല എന്ന് പറയും. പണ്ടൊക്കെ ഞങ്ങൾ ഇത് കോർത്ത് മുല്ലപ്പൂവായിട്ടൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. നല്ല മണമാണ്, റോസാപ്പൂ പോലെ ഇരിക്കും ഇതിന്റെ ആ മൊട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ. നല്ല രസമാണ്, നല്ല മണവുമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും വളക്കൂറുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ഇങ്ങനെ ഉണ്ടായി ഇത്രയും ഹൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഏട്ടായോട് പറഞ്ഞു ഇതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുക. ഇതുവഴി താഴോട്ട് കുറേ ആൾക്കാരൊക്കെ താമസിച്ചതാണ് കേട്ടോ. അത് പോകുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം അവിടെ ആൾ താമസമൊന്നും ഇല്ല. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു താഴത്തോട്ട് പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വാ, ഇത് ഞങ്ങളുടെ കാപ്പിത്തോട്ടമൊക്കെയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു കൈവഴിയൊന്നും ആയിരുന്നില്ല. പണ്ട് കൈവഴിയായിരുന്നു, പിന്നെ അത് റോഡായി, പിന്നെ ഇപ്പം പഴയതുപോലെ കൈവഴി തന്നെ ആയി. ഇവിടെ ഉള്ളവരൊക്കെ താമസം മാറിപ്പോയല്ലോ, അതുകൊണ്ടായിരിക്കും കേട്ടോ. പണ്ടേ ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്ന സമയത്തൊക്കെ പശുവിനെ കൊണ്ട് കെട്ടിയിട്ട് റോഡൊക്കെ വൃത്തിയാകുമായിരുന്നു. ഇപ്പം അതുമില്ല. കണ്ടില്ലേ, പോസ്റ്റൊക്കെ ഉണ്ട്. താഴോട്ടൊക്കെ ഒത്തിരി വീടുണ്ട് ഗൈസ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് താഴോട്ട് പോകുന്നൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഇത് വലിയൊരു മലമുകൾ തന്നെയാണ്. ഞങ്ങളും വലിയൊരു മലയുടെ മുകളിൽ തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ. കാഴ്ചകളൊക്കെ ആഗ്രഹിക്കുന്നവരും നിശബ്ദത ആഗ്രഹിക്കുന്നവരും ഈ കാടിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പം അധികം
താമസക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തിന് അധികം ക്ഷാമവും ഇല്ല. അപ്പം ഉണക്കിൻ്റെ കാര്യമൊന്നും പ്രശ്നമില്ല. പക്ഷേ വെള്ളം, മഴ അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. എങ്ങോട്ട് നോക്കിയാലും പ്രകൃതിയുടെ ആ പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ. പിന്നെ നമ്മുടെ സീതത്തോട് നിന്ന് എവിടോട്ട് നോക്കിയാലും ഇതുപോലെ മലനിരകളാണ് കേട്ടോ. സീതത്തോട് ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ 4 സൈഡിലും മലനിരകൾ മാത്രമാണ്. അതിൻ്റെ നടുവിലാണ് നമ്മുടെ സീതത്തോട് സിറ്റി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഓർക്കുന്നില്ല. ഞാനീ പറയുന്നതൊന്നും നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ചെറുപറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ നിങ്ങൾ ഈ കാഴ്ച കാണുമ്പോൾ. നിങ്ങൾ ഈ കാണുന്നത് ചണ്ണാൻ എന്ന് പറയും കേട്ടോ. ഇത് നമ്മൾ ചെത്തി ഉണക്ക് സമയത്താണ് ഇതിൻ്റെ വിളവെടുപ്പ്. ഇപ്പം ഇതിൻ്റെ ഇലകളൊക്കെ കാണാം, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇലയൊന്നും കാണത്തില്ല. നമ്മുടെ മഞ്ഞളൊക്കെ പോലെ തന്നെയാണ്. പിന്നെ കൂടുതലും മലവാഴയും കട്ടുപടലും. അതുകൊണ്ടാണ് ഈ കട്ടുപടൽ കയറി കിടക്കുന്നതുകൊണ്ടാണ് എല്ലാം ഈ പച്ച കളറിൽ കാണുന്നത്. ചണ്ണയ്ക്ക അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറയും കേട്ടോ. കസ്തൂരി മഞ്ഞളിൻ്റെ വേറൊരു ടൈപ്പായിരുന്നു നിങ്ങൾ കണ്ടത്. അതിവിടെ കൂടുതലായിട്ടും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ പറമ്പ് നിറച്ചും അതാണ്. ഇത് നമ്മൾ കിളയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിത്ത് കുഴിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നഷ്ടമാകത്തില്ല. അത് ഉണക്ക സമയത്ത് നമ്മളത് ഉണങ്ങി എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് 150 രൂപയൊക്കെ ആകും. നിങ്ങൾ ചിലപ്പോൾ മഞ്ഞപ്പൊടിയായിട്ടൊക്കെ കുടിക്കുന്നത് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും. ഒറിജിനൽ മഞ്ഞളൊന്നും ആവില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റുകളൊക്കെ ഈ ഒരു മഞ്ഞൾ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഈ നിന്ന് മുളക് പറിക്കുന്നത് ഒരു സ്ലോപ്പായ സ്ഥലത്താണ് കേട്ടോ. മഴയും കൂടെ ആയതുകൊണ്ട് കുറേ തവണ തെന്നി താഴോട്ട് വീണു കേട്ടോ. അമ്മയൊക്കെ പണ്ട് പറിച്ച് 3-4 കിലോ ഒക്കെ വിപണിയിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവരുമ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഈ കഷ്ടപ്പാട് ഇത്രയും സഹിച്ചാണ് ഇത് പറിക്കുന്നത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ. നല്ല കൊതുക് കടിയും. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഓണക്കാലം ആ സമയമായപ്പോഴത്തേന് ചൊറുതനം എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് ഇലയൊക്കെ തോരൻ വെക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഈ കർക്കിടകത്തിൽ പത്തിലത്തോരനിൽ മെയിനായിട്ട് കഴിക്കേണ്ട ഒരു സാധനമായിരുന്നു ഈ ചൊറുതനം കേട്ടോ. ആ സാധനം കാലിലോട്ട് മുട്ടി പിന്നെ ഭയങ്കര ചൊറിച്ചിലാണ്. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേന് ഭയങ്കര നീറ്റലും. ഇതിന് ഇടയിൽ കാണിക്കുന്നത് പപ്പാടെ കുറച്ച് കൃഷികളാണ് കേട്ടോ. ചേമ്പ്, ചേന, കപ്പ, വാഴ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല മുകളിലോട്ടും ഉണ്ട്. അങ്ങനെ ഇവിടെ കുറേ സമയം എടുത്താണ് കേട്ടോ ഞാൻ ഈ മുളക് പറിച്ചെടുത്തത്. അതിനകത്ത് നിങ്ങൾ ഈ കൊല്ലയിൽ കുറേ നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും പറിച്ചു കഴിയുമ്പോൾ ഒരു ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കൈ ഒന്ന് കുമ്പിള് പോലെ ആക്കിയാൽ അതിനകത്ത് കൊള്ളുന്നു. ഏകദേശം ഒരു 50 ഗ്രാം കാണും ഒരു കൊല്ലയിലൊക്കെ. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ആ വരച്ച് കഴിയുമ്പോൾ ഈ ചുവപ്പും മഞ്ഞയൊക്കെ കൂടി കാണാൻ നല്ല രസം കേട്ടോ. ഇത് കടയിൽ കൊടുക്കുമ്പോൾ ഈ ചുവന്ന മുളക്, അതായത് പഴുത്തതൊന്നും അധികം എടുക്കൂല കേട്ടോ. പഴുത്തത് കിടന്നാലും നമ്മുടെ അളിഞ്ഞു പോകും. അതുകൊണ്ട് അത് അധികം എടുക്കൂല. പിന്നെ കാന്താരി കഴിക്കുന്നത് കൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ നല്ല രീതിയിൽ കുറയ്ക്കും. അതുപോലെ കൂടുതൽ കഴിച്ചാൽ അൾസറും ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ കഴിക്കണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ എനിക്ക് കാന്താരി ഭയങ്കര ഇഷ്ടമാണ്. കാന്താരി ഉടച്ച പഴങ്ങി, കാന്താരിയും ഉപ്പും വെറുതെ മോരും കൂടെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതിപരം വേറെ ഒരു ടേസ്റ്റും ഇല്ല. കുടിച്ചിട്ടുള്ളവർ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ ഈ കാന്താരി മാത്രം മതി ഉടച്ച് കഴിക്കും. ഇവിടെ കിളുത്തത് നമ്മൾ കുഴിച്ചു വെച്ചത് കൊണ്ട് അല്ലാതെ കിളികളാണ് ഇത് കൂടുതൽ ഇവിടെ പരത്തുന്നത് കേട്ടോ. ഈ കിളികൾ വന്ന് ഇതിൻ്റെ പഴുത്തത് കഴിക്കും. എന്നിട്ട് കൊണ്ട് അപ്പിയിട്ടാണ് ഇതിനെ വളർത്തിയെടുക്കുന്നതെന്ന് വേണേ പറയാം. അപ്പോഴും എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ കിളികൾക്ക് എരിക്കത്തില്ലേന്ന്. അപ്പോൾ പപ്പ ചോദിക്കുക, കുറേ 1 കിലോയ്ക്കുള്ളത് പറിച്ചു വന്നു. എവിടെ 1 കിലോ പോയിട്ട് 1/2 കിലോ പോലും ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ. പപ്പായ്ക്കറിയാം ഒരു കാന്താരി കൊലയെന്നൊന്നും ഇത്രയൊന്നും പറിക്കാൻ പറ്റുന്നില്ലെന്ന്. അതിനുവേണ്ടി എന്നെ കളിയാക്കിയതാ കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ മഴ പെയ്യുന്നത് പോലെ തോന്നി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പോകും. എവിടെ നോക്കിയാലും കാന്താരി കേട്ടോ. അപ്പം ലാസ്റ്റിൽ കുറേയൊക്കെ അയച്ചു കൊടുക്കണമല്ലോ. കുറേ ആൾക്കാരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചിറ്റാറ് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കുറേ കാന്താരി കൊല്ലയൊക്കെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടോ. അതൊക്കെ ഞങ്ങളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ സമാധാനത്തോട് വന്ന് വീട്ടിൽ തിന്ന് പറിച്ചെടുക്കുവാണ് കേട്ടോ. ഇതൊക്കെ താഴേന്ന് ഞങ്ങൾ മഴ പെയ്തത് കാരണമാണ് മുകളിൽ കയറി വന്ന് പിന്നെ ബാക്കിയുള്ളത് പറിച്ചു. പിന്നെ ഒന്നും കൂടി പോവാണ് കേട്ടോ. എന്താണെങ്കിലും ഒരു 2 കിലോ 3 കിലോയ്ക്കുള്ള പറിക്കുമെന്നുള്ള മട്ടിലാണ് ഈ പോക്ക്. പക്ഷെ ഇതൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാനൊരു സൈഡിൽ കൂടെ കാന്താരി പറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശവും സ്ഥലവും ഞങ്ങളുടെ വസ്തുവൊക്കെ കാണാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാമറമാനെയും തൂക്കി ഇങ്ങനെ നടക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ റബ്ബറും തോട്ടത്തിലാണ് കേട്ടോ കൂടുതൽ കാന്താരികൾ കാണുന്നത്. കിളികൾ എനിക്ക് തോന്നുന്നു ഇത് പറിച്ച് തിന്ന് എരിച്ചു തൂറി അവിടെ വന്ന് റബ്ബറും തോട്ടത്തിലായിരിക്കും ചിലപ്പോൾ ഇത് അപ്പിയിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുക ഈ കാന്താരി എല്ലാം പൊട്ടാണെന്നൊന്നല്ല. ഇത് പൊട്ടല്ല. ശരിക്കും ഇത് പഴുത്ത് നിൽക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പൊട്ടല്ല എന്ന്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ പൊട്ട് കാന്താരിക്കാണ് നല്ല എരിവ്. അധികം വിളഞ്ഞ കാന്താരിക്ക് അത്രയും എരിവില്ല. അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ എരിവ് ശരിക്കും അങ്ങ് പോകും. എല്ലാവരും പറയും ഇതിന് ഭയങ്കര എരിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും കേസ് ഞാനിങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ പറമ്പിൽ റബ്ബറും തോട്ടത്തിൽ എവിടെ നോക്കിയാലും ഈ കാന്താരി
കൊല മാത്രമേ കാണാനുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് പറിച്ചു കഴിയുമ്പോൾ കുറേ ഇലകൾ ഇങ്ങനെ പറഞ്ഞു വരും കേട്ടോ. കുറേ വിളയാത്ത കാന്താരികളും വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ കിടക്കുന്നു പിന്നെയും മഴ. ഈ മഴ ഒരു ശകലം തോരുന്നില്ല. നമ്മൾ കാന്താരി പറിക്കാൻ ഇറങ്ങും, വീണ്ടും മഴ. കാണുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ വലിയ മഴയൊന്നുമില്ല, എന്നാലും വെയിലുമുണ്ട്. വെയിലും മഴയും വന്നു കഴിഞ്ഞാൽ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ നമ്മൾ പണ്ട് പറയത്തില്ലേ, എന്ന് പറയുന്നത് പോലെ മഴ നമ്മളെ ഒരു രീതിയിലും കാന്താരി പറിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. മഴ നനഞ്ഞാൽ വേഗം പനി വരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വേഗം മഴ നനയാനൊന്നും നിന്നില്ല. അങ്ങ് ഇല്ലെങ്കിൽ പിന്നെ അമ്മയും പപ്പായും ഇപ്പം പറയും വെറുതെ എന്തിനാ മഴ നനയുന്നതൊക്കെ ചോദിച്ച്. അങ്ങനെ അതുവഴി കുറച്ചിങ്ങനെ നനഞ്ഞു വന്നപ്പോൾ ദാ കിടക്കുന്ന തോട്ടപ്പുഴു. ഇവനാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ തോട്ടപ്പുഴു, രക്തം കുടിക്കുന്ന പുഴു. ഇവൻ കുടിക്കുന്നത് നല്ല രക്തമൊന്നുമല്ല, നമ്മുടെ ദേഹത്തെ അശുദ്ധ രക്തമാണ് കേട്ടോ. ഇവനെ ഇതുപോലെ ഉപ്പ് വെച്ചാണ് ഞങ്ങൾ പറിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ്റെ പല്ല് അവിടെ ഇരുന്നിട്ട് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം ഒന്നും നമുക്ക് മുളക് പറിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഞങ്ങൾ രാവിലെ എണീച്ച് വീണ്ടും പറിക്കാൻ തുടങ്ങി. അന്ന് നിർത്തി വെച്ച ആ കൊല്ലയിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങാമെന്ന് വെച്ച് പോയി. അങ്ങനെ ഞാനും ഏട്ടനും കൂടാണ് പറിക്കുന്നത് കേട്ടോ. ഏട്ടൻ അതിന് മുന്നേ പോയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും എനിക്ക് തോന്നുന്നു വീട്ടിലുണ്ട്. അതുകൊണ്ട് നല്ല ശുദ്ധമായ നല്ല കറിവേപ്പിലയൊക്കെ ഉണ്ട്. ഇത് ഇന്നലെ ഞാൻ കാണിച്ചില്ലേ, അതിനകത്തെ ആ ചെണ്ടുമുല്ല എന്ന് പറയുന്ന സാധനം ഇത് ഫുൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടൊരു പ്രശ്നക്കാരൻ ഈ ചൊറുതനമാണ്. ചൊറുതനം കാലിൽ പറ്റി പകുതിയോളം, കാലിൻ്റെ പകുതി വരെയല്ലേ അത് പറ്റത്തുള്ളൂ. അതിൻ്റെ ആ ഇല കൊണ്ടിട്ട് ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. അങ്ങനെ കാന്താരി പറിക്കുന്ന ഏട്ടൻ്റെ അടുത്തോട്ട് ഞാൻ പോയി കേട്ടോ. നമ്മുടെ ഇവിടെ അമ്പഴങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാട്ടമ്പഴങ്ങയാണെങ്കിൽ പ്രാവശ്യം എന്താണെങ്കിലും ഇത് കാന്താരി കൂട്ടി ഒന്ന് ഉപ്പിലിടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കയ്പാണ്. ഇതിൽ ഒരു നല്ല പഴുത്ത ഒരെണ്ണം ഞാൻ കൂട്ടി കഴിച്ചിട്ടുണ്ട്. നല്ല കയ്പായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഔഷധ ഗുണമാണ്. ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ ആമ്പഴങ്ങ. അതിൻ്റെ സീസൺ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം കാറ്റൊക്കെ അടിച്ച് താഴെ വീണത് വാടി പഴുത്തതും ഒക്കെയാണ്. പക്ഷെ ടേസ്റ്റിനും മണത്തിനും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഞങ്ങൾ പറിച്ച ഇത്രയും കാന്താരിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാന്താരി വാങ്ങിച്ച് ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ഗായ്സ്.